സെപ്റ്റംബർ 21 പ്രത്യേകത എന്താണെന്ന് അറിയോ? പട്ടാമ്പിയിലെ IQ പ്ലസിന്റെ ഉദ്ഘാടനല്ലേ? കറക്റ്റ്. അപ്പോ 21-ാം തീയതി IQ പ്ലസിന്റെ ഉദ്ഘാടനം പട്ടാമ്പിയിൽ. എല്ലാവരും വരണേ. IQ Plus ഇന്റീരിയർ ആൻഡ് ഇലക്ട്രോണിക്സ് ഉദ്ഘാടനം സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. ഏവർക്കും സ്വാഗതം. എടപ്പാൾ മാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചന്തപ്പറമ്പിൽ അലവി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനപ്രഭ പുരസ്കാരം ET മുഹമ്മദ് ബഷീർ MP സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ എടപ്പാളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടപ്പാൾ മാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചന്തപ്പറമ്പിൽ അലവി ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജനപ്രഭ പുരസ്കാരം ET മുഹമ്മദ് ബഷീർ MP സമ്മാനിക്കുമെന്ന് എടപ്പാളിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ അറിയിച്ചത്. 1 ലക്ഷം രൂപയും അനുമോദന ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. നാളെ വൈകുന്നേരം 3 മണിക്ക് മാനൂരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും. വടക്കേന്ത്യയിലും കേരളത്തിലും ET മുഹമ്മദ് ബഷീർ നടത്തുന്ന ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം നൽകുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മത ന്യൂനപക്ഷ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ഈ കാലമത്രയും കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ET മുഹമ്മദ് ബഷീർ സാഹിബിനെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനുള്ള 1 ലക്ഷം രൂപയും ഒരു ട്രോഫിയും അതുപോലെ തന്നെ പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് അന്ന് ബഹുമാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. നമ്മുടെ ഈ മേഖലയിൽ വിശിഷ്യ തവനൂർ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ബാബാജി സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒട്ടേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് ലീഡർഷിപ്പ് നൽകുന്ന വ്യക്തിത്വമാണ്. അത് ഉപയോഗിച്ചുകൊണ്ടും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പാവങ്ങളായ വിദ്യാർത്ഥികളെ പരമാവധി നമ്മളിപ്പോഴും സഹായിക്കുന്നുണ്ട്. തുടർന്നും സഹായങ്ങൾ ഉണ്ടാവും. ഉപരിപഠനത്തിന് ആവശ്യമായ IAS IPS തുടങ്ങിയിട്ടുള്ള സിവിൽ സർവീസ് രംഗങ്ങളിൽ താല്പര്യമുള്ള വളരെ നിർത്തരായ കുട്ടികളെ ഒക്കെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനും ട്രസ്റ്റിന്റെ ഭാവി പരിപാടികൾ ലക്ഷ്യമിടുകയാണ്. സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, T. ചെറുപ്പ, ബഷീർ അണ്ടത്താണി എന്നിവർ അടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ കണ്ടെത്തിയത്. പുരസ്കാരം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മാനിക്കും. MLA മാരായ PK കുഞ്ഞാലിക്കുട്ടി, K. മുരളീധരൻ, AP അനിൽകുമാർ, MP അബ്ദുൾ സമദാനി MP, ഹമീദ്, മാധ്യമപ്രവർത്തകൻ വെങ്കിടേഷ്, രാമകൃഷ്ണൻ, ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ CP അലി ബാവഹാജി എന്നിവരും പങ്കെടുക്കും. പിന്നാക്കം നിൽക്കുന്നവരെ, അവർക്ക് പഠിക്കാൻ യാതൊരു ഭാവമില്ല എന്നുള്ളവരെ കണ്ടുപിടിച്ച് അതിന് മാർഗങ്ങൾ കണ്ടെത്തൽ, അത്തരം കാര്യങ്ങളിൽ ഊന്നി പ്രവർത്തിക്കാനും അതേപോലെ തന്നെ PTH പ്രവർത്തനം ഈ മണ്ഡലത്തിൽ 2 ഭാഗത്തും സജീവമാക്കാനും ആ PTH ചെയ്യുന്നത് കിടപ്പ് രോഗികളെ ചികിത്സിക്കണം, അത് സജ്ജമാക്കാനും അതിന്റെ കമ്മിറ്റി കൂടി ഉണ്ടാക്കാനും അങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തി ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ CP ബാവഹാജി, M. അബ്ദുള്ളക്കുട്ടി, പത്തിൽ അഷറഫ്, ഇബ്രാഹിം മുത്തൂർ, അയൂബ് ആലിംഗൽ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.